ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഡെയിലി വ്ളോഗിൻ്റെ 21ാമത്തെ ദിവസമുണ്ട്. രാവിലെ തന്നെ ഇച്ചിരി വിഷമത്തോടെയും സങ്കടത്തോടെയാണെങ്കിലും അച്ചാമ്മേനെ അനിയനെയും ഞങ്ങൾ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കാനായിട്ട് പോകാനാണ്. അതിൻ്റെ സങ്കടമാണ് എൻ്റെ മുഖത്ത് നിങ്ങൾ ഈ കാണുന്നത്. പോകുന്ന വഴിക്ക് അക്ഷയയിലൊന്ന് ജസ്റ്റ് കയറണമായിരുന്നു. അനിയനും അച്ചാമ്മയ്ക്കും കൂടി മറ്റേ ഈ പെൻഷൻ്റെ മസ്റ്ററിങ് ഉണ്ടല്ലോ, അത് ചെയ്യാനായിട്ടുള്ള ടൈമായി. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ താഴെയുള്ള അക്ഷയ കയറണമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അച്ചാമ്മേനെയൊക്കെ കൊണ്ടാക്കി. എന്നിട്ട് അവരുടെ അടുത്ത് ടാറ്റയും പറഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് വെച്ച് വിട്ടു. ഒരു ഉച്ചയ്ക്കായപ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്ക് ബോധോദയം വന്നു. അപ്പച്ചി വരാറായി. പെട്ടെന്ന് എൻ്റെ വണ്ടി സർവീസ് ചെയ്തില്ലെങ്കിൽ ഇനി വരുമ്പോഴത്തേക്ക് അപ്പച്ചി എന്നെ കൊല്ലും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ വണ്ടി സർവീസ് ചെയ്യാൻ കൊണ്ടുപോകുന്നത് ഒരു മടിയും കൂടാതെ ഞാൻ അപ്പോഴേ ഒരുങ്ങി എണീച്ച് നേരെ വണ്ടി സർവീസ് ചെയ്യാനായിട്ട് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി. എവിടെയാണ് വണ്ടി നല്ലവണ്ണം സർവീസ് ഈ നാക്കേറി ഒട്ടക്കുന്ന എല്ലായിടത്തും നല്ലോണം സർവീസ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പേടിയുള്ള ഒരു സ്ഥലം പറഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ അവർ അതാ വണ്ടി നല്ല സംഭവം നല്ല സെറ്റായി, ടയർ വരെ നല്ലോണം സെറ്റാക്കി കഴുകി തരും. പാവം എൻ്റെ വണ്ടിക്കുട്ടൻ അതാ നല്ലോണം പതയൊക്കെ തേച്ച് വൃത്തിയാക്കി വെച്ചേക്കാണ്. അതിനുശേഷം ഞാൻ ഇതാ വീട്ടിൽ വന്ന് കയറിയപ്പോഴത്തേക്കും ഞാൻ ഫുൾ ടയേർഡായിരുന്നു. സ്വാഭാവികമല്ലേ, നമ്മൾ എവിടെയും പോയിട്ട് വന്നാൽ പിന്നെ ടയേർഡാവും. പിന്നെ അതാ ലാസ്റ്റ് ലുക്ക്, നമ്മുടെ വണ്ടിക്കുട്ടൻ്റെ ലുക്ക് ഇതാണ് കേട്ടോ. അതാ അടിപൊളിയായിട്ട് അവർ പോളിഷ് വരെ ചെയ്തു തന്നു. എന്തായാലും പറയാനില്ല, അടിപൊളി സർവീസ്. പിന്നെ വന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ, സിനിമയും കണ്ടുകൊണ്ട് കിടക്കുകയാണല്ലോ നമ്മുടെ മെയിൻ പണി. അങ്ങനെ ഞാൻ ഇങ്ങനെ ചുമ്മാ അടിച്ചടിച്ചടിച്ച് ഹോട്ട്സ്റ്റാറിൽ നോക്കിയപ്പോഴേ തമിഴ്നേര് ഏതോ ഒരു പടം കിടക്കുന്നുണ്ടോ. പിന്നെ ഞാൻ അത് കാണാമെന്ന് വിചാരിച്ചു. രാത്രിയായപ്പോൾ പിന്നെ നമുക്ക് പിന്നെ ഇത്തിരി പ്രശ്നമാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കുപ്പിയാണ് കുടിക്കുന്നത്. എന്ത് ചെയ്യാനെന്ന് പറ. ഒരൊറ്റ കടിത ഇപ്പം തുറക്കുമെന്ന് പറഞ്ഞ് കടിച്ച് പല്ലിൻ്റെ അത് ഇനാമൽ പോകുമെന്നാണ് തോന്നിയത്. അതുപോട്ടെ, എന്തായാലും നമ്മളെ കുപ്പി കുടിക്കണമല്ലോ, അതല്ലേ നമ്മളെ മൈൻഡിലുള്ള. അതുകൊണ്ട് ഞാൻ അടപ്പൊക്കെ തുറന്നത് മട്ടാന്നും പറഞ്ഞ് അങ്ങോട്ട് കുടിച്ച് ഇറക്കുകയാണ്. അടിപൊളി ടേസ്റ്റ്, ഒന്നും പറയാനില്ല. അയ്യോ എന്ത് സാധനം ഇത് എന്നൊക്കെ ചോദിക്കണമെങ്കിൽ സാധനമായിരിക്കും. ഇത് തണുത്ത വെള്ളമല്ലേ, അതിന് ഇത്രയും കൂടുതൽ എന്തിനാണ് എക്സ്പ്രഷൻ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ പലതും ചെയ്തങ്ങ് മറിക്കുകയാണ്, എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സത്യത്തിൽ വെള്ളം ദാഹിച്ച് ഞാൻ എടുത്ത് കുടിക്കുന്നതാണ്. പിന്നെ അപ്പം വിചാരിച്ചു നിങ്ങളിവിടെ കാണിച്ചേക്കാന്ന്. ഇത് സംഭവം എനിക്ക് ഈ ബോട്ടിൽ കണ്ടിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ എടുത്ത് വെച്ചാണ്, ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചാണ്. പിന്നെ ആയപ്പോഴത്തേക്ക് ഞാൻ അത് ചെയ്യാതായപ്പോഴത്തേക്ക് എന്താ പിന്നെ വെള്ളം കുടിക്കാൻ തണുത്ത വെള്ളം വയ്ക്കാനെങ്കിലും ഉപയോഗപ്പെടുത്താമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതിൻ്റെ ഒരു ചെറിയ ബോട്ടിൽ ഞാൻ ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് ഞാൻ ഇതെടുത്ത് വെച്ചത്. പക്ഷെ അതൊന്നും ചെയ്തില്ല. എന്നിട്ട് ഞാൻ ഫ്രിഡ്ജ് അരിച്ചപ്പോഴത്തേക്ക് ഇതാ മുല്ലപ്പൂ ഇരിക്കുന്നു. ഇതൊക്കെ എപ്പോഴേ വാങ്ങിച്ചത് ഞാൻ അറിഞ്ഞത് പോലും ഇല്ല. നമ്മളല്ലെങ്കിൽ ഈ രാത്രി സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇച്ചിരി ഫ്രിഡ്ജ് ഇരിപ്പൊക്കെ കൂടുതലാണല്ലോ, അപ്പം കണ്ടതാണ് ഇത്. എന്നിട്ട് ഞാൻ വിചാരിച്ചു പാവൻ്റെ മീങ്ങൾക്കും കൂടെ ഫുഡ് ഇട്ട് കൊടുക്കാം. ഞാൻ അവർക്ക് ഇട്ട് കൊടുക്കാൻ മറന്നായി. സ്കൂബിക്ക് ഞാൻ മുന്നേ കൊടുത്തായിരുന്നത് ഫുഡ്, അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. എന്നിട്ട് ഇവർക്കും മീനിനും ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാൻ എൻ്റെ പണിയായുധങ്ങളൊക്കെ ആയിട്ടങ്ങ് ഇറങ്ങുകയാണ്. പണിയായുധങ്ങളെന്ന് പറഞ്ഞാൽ ചുറ്റികെ ഉളിയൊന്നും അല്ല, ഇത് മറ്റേ നമ്മളെ പണിയായുധങ്ങൾ ഇങ്ങനെയൊക്കെയല്ലോ. വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് കയറി പോകണേണ്, അത് നടക്കില്ല. അടുക്കളയൊക്കെ പൂട്ടി ഭദ്രമാക്കി വെച്ചിരിക്കുന്ന അടുക്കള ഞാൻ തുറന്നിട്ട് കഴിഞ്ഞാൽ എന്നെ തല്ലിക്കൊല്ലും. അതുകൊണ്ട് ഞാൻ അതൊക്കെ അടച്ചിട്ട് ജൂൺ സിനിമയിലെ കണക്ക് ലൈറ്റ് ഓഫ് പ്രൊജക്ടർ ഓൺ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഞാൻ കുറച്ച് നേരം കളിച്ചു. എന്നിട്ട് ഞാൻ നേരെ വന്ന് കിടന്നു. ഈ കടത്ത ശരിയായില്ല. ശരി വീഡിയോയ്ക്ക് വേണ്ടി നല്ലവണ്ണം കിടക്കാനുണ്ടെന്നപ്പോഴത്തേക്കും മോഹൻലാലിനെ കണക്കത് ഇച്ചിരി മുടി ഇങ്ങനെ ഒന്ന് പൊങ്ങി വയ്ക്കുന്നു. ഈ മുടി ഞാൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല, എന്ത് കഷ്ടമാണ് എന്തോ. അതുപോട്ടെ, എന്നാൽ ഇനിയിപ്പോൾ എനിക്ക് വേറെ ആരും കൂട്ടില്ലാത്തതുകൊണ്ട് ഞാൻ എന്ന് വിചാരിച്ചെന്നാൽ തലവണ്ണനെ കെടുപ്പിച്ച് കിടന്ന് ഉറങ്ങാൻ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത് വിളിക്കണം. ബൈ.